ഇപ്പോൾ മന്ത്രി കെ.സി. ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് സർക്കാരിന് ആശ്വാസമെന്നതല്ല, ശ്രീ കെ ബാബുവിനെതിരായ കേസിലും പിന്നീട് മുഖ്യമന്ത്രിക്കും ശ്രീ ആര്യാടിനെതിരായ കേസിലും തൃശൂരിലെ വിജിലൻസ് കോടതി കാണിച്ച അനാവശ്യമായ തിടുക്കം, സ്വന്തം അധികാരപരിധി വിട്ടു നടത്തിയ ഇടപെടലുകൾ, അതിനെതിരായ ശക്തമായ മുന്നറിയിപ്പാണ് ഹൈക്കോടതി വിധി. മുഖ്യമന്ത്രിക്കെതിരായ കേസിൽ, ശ്രീ ആര്യാടിനെതിരായ കേസിൽ സോളാർ കമ്മീഷനിലെ കൊടുത്ത ഒരു മൊഴിയെ ആധാരമാക്കി 24 മണിക്കൂറിനുള്ളിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്താതെ, സുപ്രീം കോടതി പറഞ്ഞതുപോലെ FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പ്രാഥമിക അന്വേഷണം ഏറ്റവും നിർബന്ധമായ ഘടകമാണ്. അതിന് തയ്യാറാകാതെ മറ്റാരുടെയോ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് ചട്ടുകമായി മാറിയ വിജിലൻസ് ജഡ്ജിക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഹൈക്കോടതി വിധി. ഞങ്ങൾ കോടതിയെ ബഹുമാനിക്കുന്നു, കോടതിയെ ആദരിക്കുന്നു. പക്ഷേ കോടതികൾ തങ്ങളുടെ അധികാരങ്ങളെ പറ്റിയുള്ള ബോധം കോടതിക്കുണ്ടാകണം. അദ്ദേഹം പറഞ്ഞത് ഞാനൊരു പോസ്റ്റ് ഓഫീസാണെന്നാണ്. സാധാരണ പറയുന്നത് കോടതി പോസ്റ്റ് ഓഫീസല്ല, കോടതി നീതിന്യായ കോടതിയാണ്. നിയമപരമായ അധികാരങ്ങളുണ്ട്, ശിക്ഷിക്കാനും വെറുതെ വിടാനും. ആ അധികാരമുള്ള കോടതി മറ്റാരുടെയോ ചില രാഷ്ട്രീയ യജമാനന്മാരുടെ പോസ്റ്റ് ഓഫീസായി മാറിയത് നിർഭാഗ്യകരമാണ്. തീർച്ചയായും വിജിലൻസ് കോടതി ജഡ്ജി നടത്തിയ ഈ വിധി അതിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരും. അത് ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെടും. കാരണം ഇതിന് പിന്നിൽ സംശയകരമായ പലതും ഞങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മറുമാറ്റിയത്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നിപ്പോ ഏതാനും മണിക്കൂർ മുമ്പ് ശ്രീ ടി.പി. ശ്രീനിവാസൻ, അദ്ദേഹം UDF-കാരനാണ്. അദ്ദേഹം ഹയർ കൌൺസിലിന്റെ വൈസ് ചെയർമാനാണ്. കേരളം ആദരിക്കുന്ന വ്യക്തി. അദ്ദേഹത്തെ പോലും പട്ടിയെ തല്ലുന്നതല്ല തല്ലിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെയാണോ നാട്ടിൽ നടക്കേണ്ടത്? മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ നൈരാശ്യത്തിലാണ്. ആ നൈരാശ്യം ബാധിച്ച ആളുകളെ ഈ അണയാൻ പോകുന്ന തീ ആളി കത്തുന്ന പോലെ ഈ സമരങ്ങളിലൂടെ കേരളത്തിലെ നിയമമായി തകർക്കാൻ ശ്രമിക്കുന്നു. അത് അനുവദിക്കില്ല. തീർച്ചയായും ഇത്തരം സമരങ്ങളെ നേരിടാനുള്ള കരുത്ത് ഗവൺമെന്റിനുണ്ട്. ആ കോടതി വിധിയുടെ പൂർണ്ണ രൂപം ലഭിച്ചിട്ടില്ല. ലഭിച്ചു കഴിഞ്ഞാൽ ആവശ്യമായ നടപടി സ്വീകരിക്കും. ആവശ്യമായ നടപടികൾ ഇനി സർക്കാരിന്റെ തുടർ നടപടികളുണ്ട്. കെ ബാബുവിന്റെ രാജി സ്വീകരിക്കണോ വേണ്ടോ എന്നതിലടക്കം തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അല്ല, കെ ബാബുവിന്റെ രാജി തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ പ്രൊറഗേറ്റീവാണ്, അദ്ദേഹം തീരുമാനിക്കും. പക്ഷേ ഇന്ന് ഈ വിജിലൻസ് കോടതി മുഖ്യമന്ത്രിയുടെ കേസിൽ, കെ ബാബുവിന്റെ കേസിലെ 1 മാസം സമയം കൊടുത്തു, അന്വേഷണം നടത്തി. പിന്നീട് വീണ്ടും സമയം ചോദിച്ചപ്പോഴാണ് അവിടെ ആ സമയം കൊടുക്കുകയും അതേസമയം അന്വേഷണം ഉത്തരവ് FIR രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ കേസിലെ ആ നടപടി ഒന്നും പാലിച്ചിട്ടില്ല. സോളാർ മറ്റൊരു കമ്മീഷണർ കൊടുത്തൊരു മൊഴി, അതും വെരിഫൈ ചെയ്യാത്ത മൊഴി, സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ഇല്ല. ആ മൊഴിയെ ആധാരമാക്കി 24 മണിക്കൂറിനുള്ളിൽ ദ്രുതഗതിയിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാനും ഈ സർക്കാരിനെ താഴെയിറക്കാനുമുള്ള ചില താൽപര്യങ്ങൾക്ക് തൃശൂരിലെ ജഡ്ജി വശംവദനായി. തീർച്ചയായും അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെപ്പറ്റി അന്വേഷണം നടത്തും. അദ്ദേഹം ഉപ്പ് തന്നെ അദ്ദേഹം വെള്ളം കുടിക്കേണ്ടി വരും. അതെ, രാഷ്ട്രീയ യജമാനന്മാരുടെ പോസ്റ്റ് ഓഫീസായി മാറി തൃശൂരിലെ വിജിലൻസ് കോടതി എന്നാണ് മന്ത്രി കെ.സി. ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഉപ്പ് തിന്നതിന് അദ്ദേഹം വെള്ളം കുടിക്കേണ്ടി വരും എന്ന പരാമർശം കൂടെ കെ.സി. ജോസഫിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് സമരങ്ങളിലൂടെ ഇതെല്ലാം കൂട്ടി വായിക്കാനുള്ളതേ ഉള്ളൂ. കാരണം ഇത് അസാധാരണ വിധിയാണ് മുഖ്യമന്ത്രിക്കാരുണ്ടായത്. അസാധാരണമാണ്. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തെ അത്യപൂർവമായ സംഭവമാണ്. വേറെ കമ്മീഷനിൽ കൊടുത്ത വെരിഫൈ ചെയ്യാത്തൊരു മൊഴി, സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ഇല്ല, ഒരു മൊഴി മാത്രമാണ്. ആ മൊഴിയെ ആധാരമാക്കി 24 മണിക്കൂറിൽ കേസ് FIR രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം കണ്ടെത്തിയ കാരണം ഈ മൊഴി കൊടുത്തത് തിരുവനന്തപുരത്താണ്, അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷൻ അല്ല. അദ്ദേഹം പറയുന്നത് ഈ സോളാർ കമ്മീഷന്റെ ആസ്ഥാനം എറണാകുളത്തായതുകൊണ്ട് എന്റെ കീഴിലാണെന്ന് പറയുന്നു. അപ്പം അദ്ദേഹം സ്വയം അധികാരം കവർന്നെടുത്തുകൊണ്ട് എന്തോ
ഗൂഢലക്ഷ്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ എല്ലാ ചുരുളുകളും അഴിയും, സത്യം പുറത്തു വരും സിപിഎമ്മുമായിട്ടായിരുന്നു ഈ ഗൂഢലക്ഷ്യം. എന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. തൃശൂർ വിജിലൻസ് കോടതി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻവെച്ചാണ് നടത്തിയതെന്ന അതിരൂക്ഷമായ വിമർശം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. KC ജോസഫ് പറഞ്ഞത് രാഷ്ട്രീയ യജമാനന്മാരുടെ പോസ്റ്റ് ഓഫീസായി മാറിയത് ദൗർഭാഗ്യകരമാണ്. ഉപ്പ് തിന്നതിന് അദ്ദേഹം വെള്ളം കുടിക്കേണ്ടി വരും. പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ മറ്റാരുടെയോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ചട്ടുകമായാണ് തൃശൂർ വിജിലൻസ് കോടതി പ്രവർത്തിച്ചത്. സർക്കാരിന് ആശ്വാസം എന്നതല്ല, കെ ബാബുവിന്റെ കേസിലും ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസിലും അനാവശ്യമായ തിടുക്കം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അധികാരപരിധി വിട്ടു നടത്തിയ വിധി പ്രസ്താവമാണ് വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രാഥമിക അന്വേഷണം നടത്താതെ ലളിതാകുമാരി കേസിലടക്കമുള്ള മുൻ കേസുകൾ പരിഗണിക്കാതെ മറ്റാരുടെയോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ചട്ടുകമായാണ് വിജിലൻസ് കോടതി പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ യജമാനന്മാരുടെ പോസ്റ്റ് ഓഫീസായി മാറിയത് ദൗർഭാഗ്യകരമാണ് തൃശൂർ വിജിലൻസ് കോടതി എന്ന നല്ല ശക്തമായ രാഷ്ട്രീയ വിമർശമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന് വേണ്ടി മന്ത്രി KC ജോസഫ് തൃശൂർ വിജിലൻസ് കോടതിക്കെതിരെ നടത്തിയിരിക്കുന്നത്. ഉപ്പ് തിന്നതിന് അദ്ദേഹം വെള്ളം കുടിക്കേണ്ടി വരും എന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്. സമരങ്ങളിലൂടെ, അടിസ്ഥാനമില്ലാത്ത സമരങ്ങളിലൂടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തെ നേരിടാനുള്ള രാഷ്ട്രീയമായ കരുത്ത് ഭരണപക്ഷത്തിനുണ്ട് എന്നുകൂടെ അദ്ദേഹം പറയുന്നു.